Hello friends and my dear students. In this video lecture we are going to discuss about engine force analysis. That is, as we know, there are various components in a slider crank mechanism or engine. That is piston, connecting rod, crank, etc. Then we want to find out the force acting on the each of the link. That is the force acting on the piston, force acting on the connecting rod and the crank effort and like that. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡൈനാമിക് അനാലിസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന് പറയുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കാണാം. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് പിസ്റ്റൺ എഫേർട്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഓക്കെ, പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൺ ഉണ്ട്, കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ക്രാങ്ക് ഉണ്ട്. അതിൻ്റെ ലെങ്ത് 6, കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് L ആണ് നമ്മൾ എടുക്കുന്നത് പിസ്റ്റണ്. ദെൻ ഇവിടെ വേരിയസ് ഫോഴ്സ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് FN, FC, FT, FR, F എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്ന ഈ ഫോഴ്സ് ആണ് പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്ന ഫോഴ്സ്. ദാറ്റ് ഈസ് ദ എഫക്റ്റീവ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്നും പറയും. കാരണം നമ്മൾ ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതാണ് ഈ ഒരു മെക്കാനിസം റൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് നമുക്ക് കണക്റ്റിംഗ് റോഡിൽ കിട്ടുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് FTയിൽ കിട്ടുന്നു. FT എന്ന് പറയുന്ന ക്രാങ്ക് എഫേർട്ട് എന്ന് പറയും. FT നമുക്ക് കിട്ടുന്നു. FTൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിൽ നമുക്ക് മൊമെന്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ F എന്ന് പറയുന്ന പിസ്റ്റൺ എഫേർട്ടാണ്. ഈ F ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഫോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന പല രീതിയിലുള്ള ഫോഴ്സ് ഉണ്ടാവും. കാരണം ഇവിടെ പിസ്റ്റണിൽ ഈ എൻഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഉണ്ടാവും, ഈ എൻഡിൽ ആക്ട് ചെയ്യുന്ന ഗ്യാസ് പ്രഷർ ഉണ്ടാവും. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് മോഷനിലാണ്, അപ്പോൾ ഇനേഷ്യ കൺസിഡർ ചെയ്യണം. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യണം. ആ പല ടേംസ് കൺസിഡർ ചെയ്തിട്ടാണ് പിസ്റ്റൺ എഫേർട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ ഡ്യൂ ടു ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത് FP എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. FP = P1A1 - P2A2 എന്നാണ്. അവിടെ 4 ടേം ഉണ്ട്, P1, P2, A1, A2 എന്ന് പറയുന്നത്. ആ ടേം എന്ന് പറയുന്നത് A1 ഏരിയ ഓഫ് ദി കവർ എൻഡ്, A2 ഈസ് ദി ഏരിയ ഓഫ് ദി പിസ്റ്റൺ റോഡ് എൻഡ്. കവർ എൻഡ് എന്ന് പറയുന്നത് ഈ എൻഡിനെയാണ് ഏരിയ ഓഫ് ദി കവർ എൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയാണ് ഏരിയ ഓഫ് ദി പിസ്റ്റൺ റോഡ് എൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചില പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഈ ഏരിയയും A1, A2 ചിലപ്പോൾ സെയിം ആയിരിക്കും, ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ A1 നമുക്ക് പിസ്റ്റൻ്റെ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കവർ എൻഡിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ ഇവിടെയുള്ള ഈ ഒരു പിസ്റ്റൺ റോഡ് ഉണ്ടാവും. ഈ പിസ്റ്റൺ റോഡിൻ്റെ റേഡിയസ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ആയിരിക്കും ഇവിടെ പ്രഷർ ആക്ട് ചെയ്യുക. അപ്പോൾ A2 എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രഷർ ആ പിസ്റ്റൺ റോഡിൻ്റെ ഏരിയ നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ബോർ ഡയമീറ്ററിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ബോറിൻ്റെ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് A2 എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ചില കേസിൽ അങ്ങനെ പ്രോബ്ലത്തിന് അത് സ്പെസിഫിക് ആയിട്ട് പറയത്തില്ല. അതായത് പിസ്റ്റൻ്റെ റോഡ് ഡയമീറ്ററോ അങ്ങനെ ഒന്നും തരത്തില്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് ഏരിയയും നമുക്ക് സെയിം ആക്കിയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രോബ്ലം ആണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിക്കുക FP = P1A1 - P2A2 ആണ്. ഓക്കെ, ദെൻ അടുത്തത് മോഷനിലാണ് ഇനീഷ്യ ഫോഴ്സ് ഉണ്ടാവും. ഇനീഷ്യ ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് MF ആണ്, F ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ ഡൈനാമിക് അനാലിസിസ് നമ്മൾ ആക്സിലറേഷനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഇനേഷ്യ ഫോഴ്സിനുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സോ നെറ്റ് ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ എന്ന് പറയുന്നത് F = FP - FB ആണ്. ഇവിടെ നമ്മൾ ചില ഫോഴ്സുകൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും, ചില ഫോഴ്സുകൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. പിസ്റ്റണിൻ്റെ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മോഷൻ്റെ ഡയറക്ഷന് അലോങ് ആയിട്ട് ആണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഓപ്പോസിറ്റ് ടു ദ മോഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇവിടെ FP എന്ന് പറയുന്ന ഗ്യാസ് പ്രഷർ ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ പിസ്റ്റണിൻ്റെ അതേ ഡയറക്ഷനിലാണ്. കാരണം ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ദെൻ ഇവിടെ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ മോഷനാണ്. അപ്പോൾ FP - FB എന്ന് വരും. ഇനി നമ്മൾ ഫ്രിക്ഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. ഫ്രിക്ഷനും കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ വിൽ ബി FP - FB - FF എന്ന് വരും. ഈ FF എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും ഓപ്പോസിറ്റ് ടു ദ മോഷനാണ്. ഓക്കെ, ഇതിപ്പോൾ ഹൊറിസോണ്ടൽ എഞ്ചിനാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ എഞ്ചിനിലെ കേസിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. മോഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ ഈ ഡയറക്ഷനിൽ, അല്ലെങ്കിൽ ടുവേർഡ്സ് റൈറ്റ്, അല്ലെങ്കിൽ ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ ഈ വെയിറ്റിൻ്റെ ഈ ഒരു ഇതുകൊണ്ടുള്ള എഫക്റ്റ് മോഷൻ്റെ ഡയറക്ഷനിൽ ഉണ്ടാവില്ല. പക്ഷേ വെർട്ടിക്കൽ എഞ്ചിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വെർട്ടിക്കൽ എഞ്ചിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിസ്റ്റൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. പിസ്റ്റൻ്റെ മോഷൻ ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ.
അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇപ്പോൾ പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പിസ്റ്റൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ്റെ അതേ മോഷനിലാണ്. അപ്പോൾ നമ്മൾ ഈ പിസ്റ്റൻ്റെ വെയിറ്റ് mg എന്ന് പറയുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്യണം. പ്ലസ് mg എന്നാണ് കൺസിഡർ ചെയ്യുക, കാരണം മോഷൻ്റെ അതേ ഡയറക്ഷനിലായതുകൊണ്ട്. ഇനി പിസ്റ്റൺ മൂവ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -mg കൺസിഡർ ചെയ്യണം. നമുക്ക് രണ്ടും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? +or-mg എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ വെർട്ടിക്കൽ എഞ്ചിൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ mgയുടെ ഈ ഒരു ടേമും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു +or-mg എന്ന് പറയുന്ന ഈ ഒരു ടേമും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ഫോഴ്സ് ഓർ ത്രസ്റ്റ് അലോങ് ദി കണക്റ്റിംഗ് റോഡ്. ഇവിടെ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഫോഴ്സ് പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നു പറഞ്ഞു. ഇതിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിരിക്കും നമുക്കിവിടെ FC എന്ന് പറയുന്ന ഫോഴ്സ് കണക്റ്റിംഗ് റോഡിൽ നമുക്ക് കിട്ടുക. അതായത് ഈ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ എടുത്താൽ മതി. ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് F ആണ്, ഇവിടെ ഈ ആംഗിൾ ബീറ്റയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് FC കോസ് ബീറ്റയാണ് ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരിക. അങ്ങനെയാണ് വി ക്യാൻ സേ ദാറ്റ് FC കോസ് ബീറ്റ ഈക്വൽ ടു F എന്ന് വരും. ദെൻ വി ക്യാൻ സേ ദാറ്റ് FC ഈക്വൽ ടു F ബൈ കോസ് ബീറ്റ എന്ന് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ആക്ച്വലി കണക്റ്റിംഗ് റോഡിൽ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ത്രസ്റ്റ് ഓൺ ദി സൈഡ്സ് ഓഫ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ സൈഡിൽ ആക്ട് ചെയ്യുന്ന ത്രസ്റ്റ് ഫോഴ്സ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് FN ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എടുത്ത പോലെ വെർട്ടിക്കൽ കമ്പൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും FN is equal to FC സൈൻ ബീറ്റ എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എഫ്സിക്കുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് നേരത്തെ പറഞ്ഞു. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F ബൈ കോസ് ബീറ്റ ഇൻറ്റു സൈൻ ബീറ്റ എന്ന് വരും. ദെൻ സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ എന്ന് പറയുന്ന ടാൻ ബീറ്റയാണ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് FN is equal to F ടാൻ ബീറ്റ എന്ന് വരും ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോഴ്സ് ഈസ് ക്രാങ്ക് എഫേർട്ട് ആണ്. ക്രാങ്ക് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്ക് എഫേർട്ട് ഈസ് ദി FT ആണ് റെപ്രസെന്റ് ചെയ്യുക. ഈസ് ദി നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് അറ്റ് ദി ക്രാങ്ക് പിൻ പെർപെൻഡിക്കുലർ ടു ദി ക്രാങ്ക് വിച്ച് ഗീവ്സ് ദ റിക്വയർഡ് ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ F എന്ന് പറയുന്ന പിസ്റ്റൺ എഫേർട്ട് നമ്മളിവിടെ ആക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇൻപുട്ട് മോഷൻ, ഈ മെക്കാനിസത്തിന് ഇൻപുട്ട് കൊടുക്കുന്നതാണ്. ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ടത് ഇവിടെയുള്ള ടേണിംഗ് മൊമെന്റ് ആണ്. ഈ ടേണിംഗ് മൊമെന്റ് കിട്ടാൻ വേണ്ടി ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിനെയാണ് FT എന്ന് പറയുന്ന ക്രാങ്ക് എഫേർട്ട് എന്ന് നമ്മൾ നെയിം ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ഈ ഒരു ആംഗിൾ തീറ്റയാണ്, ഈ ഒരു ആംഗിൾ തീറ്റയാണ്, ഈ ഒരു ആംഗിൾ ബീറ്റയാണ്. നമ്മൾ ട്രയാംഗിൾ OAB കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ബീറ്റ ആഡ് ചെയ്തിട്ട് 180 എന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിളാണ് ഈ ആംഗിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് ബീറ്റ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് O എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെന്റ് എടുക്കാൻ പോവാം. O എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ FC എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലല്ലേ? അപ്പോൾ ഈ ഫോഴ്സ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ തീറ്റ പ്ലസ് ബീറ്റയാണ്, ഈ ക്രാങ്കിന്റെ റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ബീറ്റ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയിന്റ് Oനെ ബേസ് ചെയ്തിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ FT ഇൻറ്റു R എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ക്രാങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് FT ആക്ട് ചെയ്യുന്നത്. അപ്പോൾ FT ഇൻറ്റു R ഈക്വൽ ടു FC R സൈൻ തീറ്റ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ രണ്ട് ഭാഗത്തും R നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടും. FT ഈക്വൽ ടു FC സൈൻ തീറ്റ പ്ലസ് ബീറ്റ എന്ന് കിട്ടും. FCക്കുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഇക്വേഷൻ ക്രാങ്ക് എഫേർട്ടിനുള്ള. ഓക്കെ അല്ലേ? അതേപോലെ അടുത്തത് ത്രസ്റ്റ് ഓൺ ദി ബിയറിങ്സ്. ത്രസ്റ്റ് ഓൺ ദി ബിയറിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ FC എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിനെ ഈ ക്രാങ്കിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടും പാരലൽ ആയിട്ടും കമ്പോണന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ FT നമുക്ക് കിട്ടി. അപ്പോൾ ഈ FR എന്ന് പറയുന്ന ഈ ഫോഴ്സ് കൊണ്ടാണ് ആക്ച്വലി ഇവിടെ ഈ ക്രാങ്ക് പിന്നിൽ അത് ത്രസ്റ്റ് ഓൺ ദി ബിയറിങ്സിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഈ FR എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ അല്ലേ ഉള്ളത്? ഈ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. അതെ, ക്രാങ്കിൽ നിന്നുള്ള തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ആംഗിളാണുള്ളത്. അപ്പോൾ അതിനെ ബേസ് FC എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ FC എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ തീറ്റ പ്ലസ് ബീറ്റയുടെ ഹൊറിസോണ്ടൽ കമ്പോണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രാങ്കിന് അലോങ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് we can say that FR is equal to FC cos theta plus beta എന്ന് കിട്ടും. FCയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F ബൈ കോസ് ബീറ്റ ഈക്വൽ ടു F ബൈ കോസ് ബീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ബീറ്റ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ്. ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രാങ്ക് എഫേർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ക്രാങ്ക് എഫേർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതിന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ FT എന്ന് പറയുന്ന ഈ ഫോഴ്സ് ആണ്
നമുക്ക് ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു FT ഇൻറ്റു ആർ എന്ന് കിട്ടും. FTക്കുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുക. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വീഡിയോ പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ 1, 2, 3 പ്രാവശ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നമ്മൾ ഗിവൺ ഡാറ്റ എഴുതാൻ പോകുന്നത്. റണ്ണിങ് അറ്റ് 210 RPM എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് NS equal to 210 RPM ആൻഡ് ബോർ ഓഫ് 220 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോർ ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ബോർ ഡയമീറ്റർ ഈക്വൽ ടു 220 mm, ദാറ്റ് ഈസ് 0.22 മീറ്റർ. സ്ട്രോക്ക് വന്നിട്ടുണ്ട്. സ്ട്രോക്ക് 440 mm തന്നിട്ടുള്ളത്. സ്ട്രോക്ക് നല്ലോണം ശ്രദ്ധിക്കുക. സ്ട്രോക്ക് നമുക്ക് തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് ടോപ്പ് ഡെഡ് സെന്ററും ബോട്ടം ഡെഡ് സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു എഞ്ചിന്റെ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിന്റെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ക്രാങ്ക് റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും. അതായത് ക്രാങ്ക് റേഡിയസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് സ്ട്രോക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ക്രാങ്ക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് 0.22 മീറ്റർ. ലെങ്ത് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് തന്നിട്ടുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് പാർട്സിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. MS equal to 20 kg. When the crank has turned through an angle of 30 degree from the inner dead center. നല്ലോണം ശ്രദ്ധിക്കണം. ഇന്നർ ഡെഡ് സെന്ററും ഉണ്ട്, ഔട്ടർ ഡെഡ് സെന്ററും ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അതായത് ഇവിടെ ഈ ഒരു പൊസിഷനാണ് ഇന്നർ ഡെഡ് സെന്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ഈ ഒരു സെന്ററാണ് ഔട്ടർ ഡെഡ് സെന്റർ അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലത്തിൽ നമുക്കിപ്പോൾ തന്നതുപോലെ നമുക്ക് കാര്യങ്ങൾ തരും. ഓക്കെ, അപ്പോൾ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നർ ഡെഡ് സെന്ററിൽ നിന്ന് 30 ഡിഗ്രി മൂവ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി മാത്രമല്ല, ക്വസ്റ്റ്യനിലകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എ ഹൊറിസോണ്ടൽ ഗ്യാസ് എൻജിൻ. ഓക്കെ, ഹൊറിസോണ്ടൽ എഞ്ചിൻ ആണ്. ഹൊറിസോണ്ടൽ എഞ്ചിൻ ആകുമ്പോൾ വെയിറ്റിന്റെ കമ്പോണന്റ് നമ്മൾ, അതായത് mg എന്ന് പറയുന്ന വാല്യൂ പിസ്റ്റൺ എഫേർട്ടിന്റെ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേപോലെ P1 കവർ എൻഡിലുള്ള പ്രഷർ തന്നിട്ടുണ്ട്. P1 തന്നിട്ടുണ്ട്. അതേപോലെ ക്രാങ്ക് സൈഡിലുള്ള പ്രഷർ തന്നിട്ടുണ്ട്. ദെൻ ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ റോഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, പിസ്റ്റൺ റോഡിന്റെ ഡയമീറ്ററും 40 mm തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എഴുതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ടേം നമ്മൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ടേംസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവാണ്. ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റാണ്. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം? പിസ്റ്റൺ എഫേർട്ട് കിട്ടണം. പിസ്റ്റൺ എഫേർട്ട് കിട്ടണമെങ്കിൽ ഗ്യാസ് പ്രഷർ കിട്ടണം. അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം NS equal to L/R ആണ്. L/R LR നമുക്കറിയാലോ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി തീറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനകത്ത് ബീറ്റയും ഉണ്ട് തീറ്റയും ഉണ്ട്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോ, അതായത് ഡൈനാമിക് അനാലിസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിനകത്ത് തീറ്റയും ബീറ്റയും തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ ഇതാണ്, സൈൻ ബീറ്റ ഈക്വൾ ടു സൈൻ തീറ്റ ബൈ n. വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് ബീറ്റ ഈക്വൾ ടു 1/n × √(n² - sin² തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്, സൈൻ ബീറ്റ. ഈ രണ്ടിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാ, ഈ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. സൈൻ ബീറ്റ ഈക്വൽ സൈൻ തീറ്റ ബൈ n എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി 2 പ്രഷറും തന്നിട്ടുണ്ടല്ലോ, P1 തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ടിലുള്ള ഏരിയ കണ്ടുപിടിക്കണ്ടേ? ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ബോറിന്റെ പിസ്റ്റന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 0.22 മീറ്റർ ആണ്. ഇനി അതേപോലെ ക്രാങ്ക് സൈഡിലുള്ള അവിടെയുള്ള പിസ്റ്റൺ റോഡിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ A1 എന്ന് പറയുന്നത് π/4d² ആണ് കവർ എൻഡിലുള്ളത്. ഇനി പിസ്റ്റൺ റോഡ് എൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ക്രാങ്ക് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ പിസ്റ്റൺ റോഡിന്റെ ഈ 40 mm കൊണ്ട് ഉണ്ടാവുന്ന ഏരിയ നമ്മൾ എന്ത് ചെയ്യണം? പിസ്റ്റന്റെ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് A2 നമുക്ക് കിട്ടുന്നത്. ദെൻ ഒമേഗ എന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം NS equal to 210 RPM ആണ്. ആ ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ is equal to 2πn/60 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നെറ്റ് ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എഞ്ചിൻ ആയതുകൊണ്ട് FP - FB ആണ്. FP നമുക്കറിയാം P1 A1 - P2 A2, വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ഇനേഷ്യ ഫോഴ്സ് കണ്ടുപിടിക്കാം, MR ω². എല്ലാ വാല്യൂസും നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ എന്ന് പറയുന്നത് F is equal to FP - FB, വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ്. ടേണിംഗ് മൊമെന്റ് ഓൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? T is equal to FT × R എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ FT കണ്ടുപിടിക്കണം. FT is equal to F by cos beta × sin theta plus beta. ഇക്വേഷൻ നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ FT കിട്ടും. അപ്പോൾ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ FT × R എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് ഫസ്റ്റ് ടേണിംഗ് മൊമെന്റിന്റെ
ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് ത്രസ്റ്റ് ഓൺ ദി ബിയറിംഗ്സ് ആണ്. ത്രസ്റ്റ് ഓൺ ദി ബിയറിംഗ്സ് എന്ന് പറയുന്നത് FR ആണ്. FR ഇസ് ഈക്വൽ ടു F ബൈ കോസ് ബീറ്റ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ബീറ്റ. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ ഓഫ് ഫ്ലൈ വീൽ. ആക്സിലറേഷൻ ഓഫ് ഫ്ലൈ വീൽ കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനകത്ത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനകത്ത് നമുക്ക് മാസ് ഓഫ് ദി ഫ്ലൈ വീൽ തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ട്. മാസും റേഡിയസ് ഓഫ് ഗൈറേഷനും ഏത് ക്വസ്റ്റ്യനകത്ത് തന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഈസ് I ഇസ് ഈക്വൽ ടു mk². I കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ആക്സിലറേഷൻ ഓഫ് ദി ഫ്ലൈ വീൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ആക്സിലറേറ്റിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു ടേണിംഗ് മൊമെന്റ് മൈനസ് റെസിസ്റ്റിംഗ് ടോർക്ക്. ഓക്കെ, ഈ ടേണിംഗ് മൊമെന്റ് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി റെസിസ്റ്റിംഗ് ടോർക്ക് കിട്ടണം. ഈ റെസിസ്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് പവർ തന്നിട്ടുണ്ട്. 22 kW എന്ന പവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് പവർ ഇസ് ഈക്വൽ ടു T ഒമേഗ ആണല്ലോ. പവർ ഇസ് ഈക്വൽ ടു TR, റെസിസ്റ്റിംഗ് ടോർക്ക് ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഇന്ന് TR ഇസ് ഈക്വൽ ടു P ബൈ ഒമേഗ എന്ന് കിട്ടും. പവർ നമുക്ക് 22 kW ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗയുടെ വാല്യൂ അറിയാം, TRന്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആക്സിലറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 951.68. ഈ ആക്സിലറേറ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ആൽഫയാണ്. ദാറ്റ് ഈസ് I ആൽഫ ഇസ് ഈക്വൽ ടു 951.68. അതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ 3 സബ് ക്വസ്റ്റ്യൻ ആൻസർ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ F എന്ന് പറയുന്ന ഈ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ F എന്ന് പറയുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കുക. കാരണം ആ F കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ എല്ലാ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. F തെറ്റിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മൊത്തത്തിൽ നമ്മളിത് തെറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പെട്രോൾ എഞ്ചിൻ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ആ വെർട്ടിക്കൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അത് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ ഒരു മാസിന്റെ വെയിറ്റിന്റെ കമ്പോണന്റ് അവിടെ വരും എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ല വരും എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്നെ തന്നിട്ടുണ്ട് 1800 RPM. ദെൻ ക്രാങ്കിന്റെ റേഡിയസും കണക്റ്റിംഗ് റോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദി പിസ്റ്റൺ തന്നിട്ടുണ്ട്. മാസ് ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. During the expansion stroke when the crank has turned 20 degree from the top dead center. Expansion stroke എന്ന് പറയുന്നത് ടോപ്പ് ഡെഡ് സെന്റർ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലോട്ട് മൂവ് ചെയ്യുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന് മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അവിടെ തീറ്റ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആണ്. തീറ്റ 20 ഡിഗ്രി ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതായത് ഇവിടെയാണ് ടോപ്പ് ഡെഡ് സെന്റർ വരിക. അവിടുന്ന് താഴോട്ടാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. താഴോട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ 20 ഡിഗ്രി നമുക്ക് ഇവിടെ ആംഗിൾ ഇവിടെ 20 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ. ഇനി ഇങ്ങോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ആക്ട് ചെയ്യുന്നതും അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ ആണ്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം, പിസ്റ്റൺ എഫേർട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ പ്ലസ് mg എന്നും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വേറൊരു കാര്യം, പ്രഷർ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, പ്രഷർ ഇവിടെ 650 kN/m². പ്രഷർ ഒറ്റ വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കവർ എൻഡ്, പിസ്റ്റൺ റോഡ് എൻഡ് എന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ പ്രഷർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. N കണ്ടുപിടിക്കാം. ബീറ്റയും തീറ്റയും തമ്മിലുള്ള റിലേഷൻ സൈൻ ബീറ്റ യൂസ് ചെയ്തിട്ട് ബീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് A1 A2 എന്ന് പറയുന്ന സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ കാരണം നമുക്കിത് അവിടെ ഒരൊറ്റ പ്രഷറേ തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ഏരിയ നമ്മൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആക്ച്വലി ഇപ്പോൾ നമ്മൾ കവർ എൻഡും പിസ്റ്റൺ റോഡ് എൻഡും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കവർ എൻഡിലുള്ള പ്രഷർ ആയിരിക്കും കൂടുതൽ, ബാക്കിയുള്ളത് നെഗ്ലിജിബിൾ ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കുന്നത് നെറ്റ് ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ ആണ്. നെറ്റ് ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് mg എന്ന് പറയുന്ന ഈ ഒരു ടേമും കൂടെ ഇവിടെ വരുന്നതാണ്. കാരണം പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, സെയിം മോഷൻ ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് mg. ഇനി പിസ്റ്റൺ മേലോട്ടും ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മൈനസ് mg ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ ഇവിടെ FP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, ദെൻ FB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇനീഷ്യൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വാല്യൂ നമുക്ക് കിട്ടും. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, അതെല്ലാം ഇവിടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ F = 227.322 ന്യൂട്ടൺ എന്ന് നമുക്ക് വാല്യൂ കിട്ടുന്നതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ലോഡ് ഓൺ ദി ഗഡ്ജിയോൺ പിൻ. ഗഡ്ജിയോൺ പിൻ എന്ന് പറയുന്നത് പിസ്റ്റണും അതുപോലെ കണക്റ്റിംഗ് റോഡും കണക്ട് ചെയ്യുന്നൊരു പിന്നാണ് ആക്ച്വലി ഗഡ്ജിയോൺ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗഡ്ജിയോൺ പിന്നിൽ നിന്നാണ് കണക്റ്റിംഗ് റോഡ് വരുന്നത്. അപ്പോൾ കണക്റ്റിംഗ് റോഡിൽ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FC എന്ന് പറയുന്ന ഫോഴ്സ് തന്നെയായിരിക്കും ഗഡ്ജിയോൺ പിന്നിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെറ്റ് ലോഡ് ഓൺ ഗഡ്ജിയോൺ പിൻ ഇസ് ഈക്വൽ ടു FC എന്ന് തന്നെയായിരിക്കും. അത് നമുക്ക് ഇക്വേഷൻ അറിയാം, F ബൈ കോസ് ബീറ്റ ആണ്. വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്
ത്രസ്റ്റ് ഓൺ ദി സിലിണ്ടർ വാൾസ്. ത്രസ്റ്റ് ഓൺ ദി സിലിണ്ടർ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FN ആണ്. FN is equal to F tan BT ആണ്. ഇക്വേഷൻ നമുക്കറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്പീഡ് അറ്റ് വിച്ച് ദ ഗഡ്ജ് ഓൺ പിൻ ലോഡ് ഈസ് റിവേഴ്സ്ഡ് ഇൻ ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, ഈ പിസ്റ്റണ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ മോഷൻ ഇതാ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഗഡ്ജ് ഓൺ പിൻ ലോഡ് റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങനെ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് പോയി ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തിയിട്ട്, ഇതാണ് ബോട്ടം ഡെഡ് സെൻറ്റർ. ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്നാണ് ഈ ഇത് തിരിച്ചു പോകുന്നത് പിസ്റ്റൺ. അപ്പോൾ ഈ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റിലാണ് ആക്ച്വലി ഗഡ്ജ് ഓൺ പിന്നിലുള്ള ലോഡ് റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് എപ്പോഴാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആക്ച്വലി പിസ്റ്റൺ എഫേർട്ട് എന്ന് പറയുന്നത്. ഈ പിസ്റ്റൺ എഫേർട്ട് കുറയുന്നത് കൊണ്ടല്ലേ ഇത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റൺ എഫേർട്ട് കുറയുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ആക്ച്വലി പിസ്റ്റൺ എഫേർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ പിസ്റ്റൺ എഫേർട്ട് 0 ആകുന്നതുകൊണ്ടാണ് പിന്നെ ഇത് മേലോട്ട് പോവുക. അപ്പോൾ ഇവിടെ പിസ്റ്റൺ എഫേർട്ട് ഇവിടെ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ബോട്ടം ഡെഡ് സെൻറ്ററിൽ എത്തുന്ന സമയത്ത് പിസ്റ്റൺ എഫേർട്ട് 0 ആണ്. അപ്പോൾ പിസ്റ്റൺ എഫേർട്ട് 0 ആവുന്ന സമയത്താണ് ആക്ച്വലി ഗഡ്ജ് ഓൺ പിൻ ലോഡ് റിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിസ്റ്റൺ എഫേർട്ടിനുള്ള ഇക്വേഷൻ ഇതാണല്ലോ, നമുക്ക് ഇക്വേഷൻ അറിയാം. ഈ ഇക്വേഷനകത്ത് F എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്, ഒമേഗയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒമേഗ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വാല്യൂവും നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ 253.04 റേഡിയൻ പെർ സെക്കൻഡ് എന്ന വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ ഇസ് ഈക്വൽ ടു 2πn/60 അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലം വെർട്ടിക്കൽ എഞ്ചിനാണ്. വെർട്ടിക്കൽ എഞ്ചിൻ ആകുമ്പോൾ mg എന്ന് പറയുന്ന വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. വെർട്ടിക്കൽ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രോബ്ലം ഞാൻ പറയാൻ കാരണം ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടില്ല. പകരം തന്നിട്ടുള്ളത് നോക്കിയേ, അറ്റ് എ പോയിന്റ് ഓൺ ദി പവർ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കേസ് തന്നെയാണ്. വെൻ ദ പിസ്റ്റൺ ഹാസ് മൂവ്ഡ് 20 mm ഫ്രം ദി ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് 20 mm മൂവ് ചെയ്തു എന്നാ പറഞ്ഞത്. പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്, ആംഗിൾ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫിഗർ നമ്മൾ കറക്റ്റ് ഡയമെൻഷനിൽ നമ്മൾ വരച്ചാൽ മതി. കറക്റ്റ് ഡയമെൻഷനിൽ ഈ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് O എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. ക്രാങ്കിൻ്റെ റേഡിയസ് അറിയാം. ക്രാങ്കിൻ്റെ റേഡിയസ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ക്രാങ്ക് സർക്കിൾ നമ്മൾ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ B എന്ന് പറയുന്നത് എക്സ്ട്രീം എൻഡ് പോയിന്റ് ആണ്. ടോപ്പ് ഡെഡ് സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ടോപ്പ് ഡെഡ് സെൻറ്റർ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് L+R, അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിലാകുമ്പോൾ ക്രാങ്കും കണക്റ്റിംഗ് റോഡും ഒരേ ലൈനിലായിരിക്കില്ലേ? അപ്പോൾ എല്ലും ആറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 നമുക്ക് കിട്ടും. അപ്പോൾ ഓയിൽ നിന്ന് 300 നമുക്ക് B എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ 300 20 mm നമുക്ക് B' മാർക്ക് ചെയ്യാം. ഈ B' നിന്ന് കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് 240 mm കോമ്പസിൽ എടുത്തിട്ട് ഈ ക്രാങ്ക് റേഡിയസിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് വരക്കാം. ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡയമെൻഷനിൽ തന്നെ വരയ്ക്കണം, സ്കെയിൽ എടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് ഇതിൽ നിന്ന് മെഷർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 43.5 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഈ ആംഗിൾ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ബീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. ബീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. പക്ഷേ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ വളരെ ചെറുതായിരിക്കും, മൈന്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, sin β = sin θ/n, അത് യൂസ് ചെയ്തിട്ട് ബീറ്റയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേഷനിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് ഫോഴ്സ് ഓൺ ദി പിസ്റ്റൺ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ നമുക്കറിയാം. ത്രസ്റ്റ് ഓൺ ദി കണക്റ്റിംഗ് റോഡ് FC ആണ്. ത്രസ്റ്റ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി സിലിണ്ടർ വാൾ FN ആണ്. ദെൻ എഞ്ചിൻ സ്പീഡ് അറ്റ് വിച്ച് ദ എബവ് വാല്യൂസ് ആർ 0. എല്ലാ വാല്യൂസും 0 ആവണമെങ്കിൽ എന്താവണം? പിസ്റ്റൺ എഫേർട്ട് 0 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള കേസ് തന്നെയാണ്. Fന് വാല്യൂ 0 കൊടുക്കുക, ഒമേഗ കണ്ടുപിടിക്കുക, ഒമേഗ എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് ആണ്. എഞ്ചിൻ ഫോഴ്സ് അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം എഞ്ചിൻ അകത്ത് ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സസ് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കാം. കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇക്വേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്.
ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് പിസ്റ്റൺ എഫേർട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അത് തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടുള്ള എല്ലാ കാൽക്കുലേഷനും നമ്മളത് റോങ് ആണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ടേ പിസ്റ്റൺ എഫേർട്ട് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അതേപോലെ ബാക്കിയുള്ള എല്ലാ കേസും നമ്മൾ ഇക്വേഷൻസ് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ട് ഇക്വേഷൻ കണക്ട് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോയും തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഡൈനാമിക് അനാലിസിസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഈ വീഡിയോ രണ്ടും ഒരുമിച്ച് കാണാം. ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാര്യം വളരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളെ സ്റ്റുഡൻസിനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ലെക്ചേഴ്സ് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, താങ്ക് യു.